അപ്പൊ നമ്മൾ ഇനി അടുത്തത് നോക്കണം വേർ ടു പ്ലേസ് ജാവാസ്ക്രിപ്റ്റ് ഇൻ ആൻ HTML പേജ്. HTML പേജിനകത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ എവിടെ പ്ലേസ് ചെയ്യും എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഇൻ HTML ജാവാസ്ക്രിപ്റ്റ് കോഡ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ടാഗിന്റെ ഇടയിലാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നത്. HTML ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നത് സ്ക്രിപ്റ്റ് ടാഗിന്റെ ഇടയിലാണ്. ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഒന്നുമില്ലെങ്കിൽ HTML ഫയലിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എഴുതാം. അതിന് നമ്മൾ ഇന്റേണൽ എന്ന് പറയാം. അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കോഡിനെ നമ്മൾ സെപ്പറേറ്റ് .js ഫയലിനകത്ത് നമുക്ക് എഴുതാം. അതിനെ നമ്മൾ എക്സ്റ്റേണൽ എന്ന് പറയും. അതായത് HTML ഫയലിനകത്ത് തന്നെ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡിന് ഇന്റേണൽ എന്നും, നമ്മൾ സെപ്പറേറ്റ് ഒരു .js ഫയലിനകത്ത് ജാവാസ്ക്രിപ്റ്റിനെ എഴുതുവാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ എന്നും പറയും. നീ എന്നാന്ന് വെച്ചാൽ ഇൻസൈഡ് ഹെഡ്, അതായത് ഹെഡിന്റെ ഉള്ളിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുവാണെങ്കിൽ എങ്ങനെയാണ്, അതായത് HTML ഫയലിനകത്ത് തന്നെ ഇന്റേണൽ ആയിട്ട് അല്ല ഇൻസൈഡ് ഹെഡിനകത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനകത്ത് കോഡ് എഴുതുവാണെങ്കിൽ എങ്ങനെയാണെന്ന്. When the script tag is in the head section, the browser loads and executes the JavaScript before the HTML body is passed. അതായത് നമ്മുടെ HTML ബോഡി പാഴ്സ്, അതായത് അത് എത്തണേന് മുമ്പ്, പാഴ്സ് ചെയ്യണേന് മുമ്പ് തന്നെ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസർ എന്നാണ് ജാവാസ്ക്രിപ്റ്റ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ബ്രൗസർ ലോഡ്സ് ആൻഡ് എക്സിക്യൂട്ട് ജാവാസ്ക്രിപ്റ്റിനെ ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ HTML ബോഡി പാഴ്സ് ചെയ്യണേന് മുമ്പ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇറേഴ്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എലമെന്റ്സ് HTML ബോഡിനകത്ത് ഉള്ള എലമെന്റ്സിനെ അസസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അപ്പോൾ HTML ബോഡി ഇതുവരെയായിട്ട് ലോഡ് ചെയ്യാത്ത കാരണം എന്താണ് സ്ക്രിപ്റ്റ് അതിനകത്തുള്ള എലമെന്റ്സിനെ അസസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറേഴ്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിന് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ദ ഡിഫർ ആട്രിബ്യൂട്ട്. സോ ജാവാസ്ക്രിപ്റ്റ്, അതായത് HTML ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ്. അപ്പൊ സ്ക്രിപ്റ്റ് ഡിഫർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ HTML ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ജാവാസ്ക്രിപ്റ്റ് റണ്ണ് ചെയ്യുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രിപ്റ്റിനകത്ത് ഹെഡ് സെക്ഷനകത്ത് സ്ക്രിപ്റ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ HTML ലോഡ് ചെയ്യണേന് പാഴ്സ് ചെയ്യണേന് മുമ്പ് തന്നെ ജാവാസ്ക്രിപ്റ്റ് ലോഡ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് എലമെന്റ്സിന് അസസ് ചെയ്യാനായിട്ട് HTML ബോഡിനകത്തുള്ള എലമെന്റ്സിനെ അസസ് ചെയ്യാൻ ചെയ്യുമ്പോൾ എറേഴ്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഡിഫർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ്, ഞാനിപ്പോ ഒരു കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ എക്സാമ്പിൾ ഇന്റേണൽ സേഫ് വിത്ത് ഡിഫർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമ്മൾ ഹെഡ് സെക്ഷനകത്ത് HTML-നകത്ത് ഹെഡ് സെക്ഷന്റെ ഉള്ളിൽ ഡിഫർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാണ്. അപ്പൊ ഇതിനകത്ത് console.log ഹെഡ് സ്ക്രിപ്റ്റ് വിത്ത് ഡിഫർ റൺസ് ആഫ്റ്റർ HTML ലോഡ്. അതായത് HTML ലോഡ് ചെയ്യുമ്പോൾ HTML ബോഡി ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇതിനകത്ത് സ്ക്രിപ്റ്റ് റണ്ണ് ചെയ്യുള്ളൂ. അതാണ് നമ്മൾ ഡിഫർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം. മനസ്സിലായോ? അതാണ് ഇതിനകത്ത് console.logനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ എക്സാമ്പിൾ എക്സ്റ്റേണൽ സേഫ് വിത്ത്. നീ ഡിഫർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് എക്സ്റ്റേണൽ ഫയലിനകത്ത് സ്ക്രിപ്റ്റ് ടാഗ് എങ്ങനെ യൂസ് ചെയ്യും എന്നാണെന്ന് പറയുന്നത്. ഹെഡ് സെക്ഷനകത്ത് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് എഴുതുക. അതിനകത്ത് സ്ക്രിപ്റ്റ് SRCനകത്ത് നമ്മൾ ഏത് ഫയലിന്റെ പേര്, സ്ക്രിപ്റ്റ് എക്സ്റ്റേണൽ ഫയലിന്റെ പേര് script.js എന്ന് പറഞ്ഞ ഫയൽ എഴുതുക. പിന്നെ ഒരു ഡിഫർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എഴുതുക. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്നാ, നമ്മളുടെ script.js എന്ന് പറഞ്ഞ ഫയല് HTML ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഫയല് റണ്ണ് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇറേഴ്സ് ഒന്നും വരില്ല. ഇനി അടുത്തത് ബിഫോർ ക്ലോസിങ്. നീ നമുക്ക് ബോഡി ടാഗ് ക്ലോസ് ചെയ്യണേന് മുമ്പ് നമുക്ക്, അതായത് സ്ലാഷ് ബോഡി, അതായത് ബോഡി ടാഗ് ക്ലോസ് ചെയ്യണേന് മുമ്പ് തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗിനെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട്, അതിന് മുമ്പ് സ്ക്രിപ്റ്റ് ടാഗിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഏറ്റവും ബെസ്റ്റും ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡ്.
For placing JavaScript just before body ensures that it's already loaded before the script run ചെയ്യണേന് മുമ്പ് തന്നെ HTML elements already ലോഡ് ചെയ്തു എന്ന് നമുക്ക് ensure ചെയ്യാനായിട്ട് പറ്റും. അത് കാരണം ഇതാണ് ഏറ്റവും ബെസ്റ്റ് കോമണും ആയിട്ടുള്ള മെത്തേഡ്. ഇപ്പൊ ഇതിനകത്ത് ഡിഫർ അല്ലെങ്കിൽ എക്സ്ട്രാ ലോഡിംഗ് ചെക്സ് ഒന്നും നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. ഡിഫർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. എക്സാമ്പിൾ ഇപ്പൊ ഇന്റേണൽ എന്ന് പറഞ്ഞ കേസിനകത്ത് നമ്മൾ ബോഡി /ബോഡി ടാഗിന് മുമ്പ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിന് എഴുതുവാണെങ്കിൽ നമ്മൾ HTML ബോഡി എന്തായാലും HTML ബോഡി എലമെന്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും സ്ക്രിപ്റ്റ് ടാഗ് റൺ ചെയ്യുന്നത്. അത് കാരണം ഇതിനകത്ത് നമുക്ക് ലോഡിംഗ് ചെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഫർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഒന്നും വേണ്ട. അത് കാരണം ഏറ്റവും ബെസ്റ്റ് നമ്മൾ എന്നാന്ന് വെച്ചാൽ ബോഡി ടാഗിന് മുമ്പ് ക്ലോസിംഗ് ബോഡി ടാഗിന് മുമ്പ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിന് എഴുതണയാണ്. അപ്പൊ നമുക്ക് ഇറേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നീ എക്സ്റ്റേണൽ ആണെങ്കിൽ എക്സ്റ്റേണൽ ഫയലിനകത്താണെങ്കിൽ നമ്മൾ ബോഡി ടാഗിന്റെ മുന്നിൽ നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിനകത്ത് SRC നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫയലിന്റെ പേര് നമ്മൾ എഴുതിയാൽ മതി. ഇതിനകത്ത് ഡിഫർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഒന്നും വേണ്ട. കാരണം നമ്മുടെ ഓൾറെഡി HTML എലമെന്റ്സ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇതിനകത്ത് സ്ക്രിപ്റ്റ് എന്തായാലും റൺ ചെയ്യുള്ളൂ. അത് കാരണം ഇതിനകത്ത് പ്രോബ്ലംസോ എറേഴ്സോ ഒന്നും വരാനായിട്ട് സാധ്യതയില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ എന്നാന്ന് വെച്ചാൽ ഇന്റേണലും എക്സ്റ്റേണലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം. എന്താ ഇൻ ദ സെയിം നമ്മുടെ HTML ഫയലിനകത്ത് തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിനകത്ത് ഉള്ളിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡിനെ എഴുതുവാണെങ്കിൽ നമ്മൾ അതിനെ ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയും. ഇത് ചെറിയ സ്ക്രിപ്റ്റുകളൊക്കെ ആണെങ്കിൽ, അതായത് HTML ഫയലിനകത്ത് ചെറിയ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചെറിയ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ അതിന് നല്ലതായിരിക്കും. ഓർ ക്വിക്ക് ടെസ്റ്റിംഗ്, പെട്ടെന്ന് ഒരു ജാവാസ്ക്രിപ്റ്റിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ കേസിലൊക്കെ നമുക്ക് ഇത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ .js എന്ന് പറഞ്ഞ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തായിരിക്കും ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ എഴുതുന്നത്. എന്നിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഈ HTML ഫയൽ നമ്മൾ SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഈ ജാവാസ്ക്രിപ്റ്റ് ഫയലിനെ ലിങ്ക് ചെയ്യുന്നു. ഗുഡ് ഫോർ ലാർജ് സ്ക്രിപ്റ്റ്സ് ആൻഡ് റീയൂസബിലിറ്റി. ലാർജ് സ്ക്രിപ്റ്റ്സിന് വലിയ സ്ക്രിപ്റ്റുകൾക്കും, അതായത് ചെറിയ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ HTML ഫയലിന്റെ ഉള്ളിൽ തന്നെ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ എഴുതിയാൽ മതി. എക്സ്റ്റേണൽ ആണെങ്കിൽ വലിയ ലാർജ് സ്ക്രിപ്റ്റ്സ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു .js ഫയൽ ക്രിയേറ്റ് ചെയ്യണതായിരിക്കും. പിന്നെ റീയൂസബിലിറ്റിക്ക് എപ്പോഴും നമുക്ക് വേറെ ഫയലിനകത്തൊക്കെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് കാരണം ലാർജ് സ്ക്രിപ്റ്റ്സ് ആൻഡ് റീയൂസബിലിറ്റിക്ക് നല്ലതാണ്. ഇതാണ് നമ്മൾ എവിടെയാണ് ജാവാസ്ക്രിപ്റ്റിനെ പ്ലേസ് ചെയ്യണേ എന്നുള്ള ഇതിന്റെ ആൻസർ.